ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള പ്രത്യേക കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് ആമയുടെയും തോട്ടിലുണ്ടായ ഒരു ദാരുണ സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മുടെ രാജ്യം പ്രത്യേകിച്ചും കേരളം വളരെ മോശമാണ്. ഇപ്പോൾ ഞാൻ UK-യിലാണുള്ളത്. അവിടെ ഇവിടുത്തെ എങ്ങനെയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വീട്ടിലും ഇതേമാതിരി ബിന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതാത് ബിന്നുകളിൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ, ജൈവവസ്തുക്കളും പ്ലാസ്റ്റിക് ഐറ്റങ്ങളും പ്രത്യേകം തരംതിരിച്ച് അതാത് ബിന്നുകളിൽ ചേർക്കുക. അതിനുശേഷം അവരെല്ലാ വ്യാഴാഴ്ചകളിലും ഇതേമാതിരി ചിത്രത്തിൽ കാണുന്ന മാതിരി ലോറിയിൽ വരും. അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ഓരോ വീടിൻ്റെയും പിൻവശത്ത് ഇങ്ങനെ 2 റീസൈക്കിൾ ബിന്നുണ്ടാവും. ഈ ബിന്നുകളിലാണ് നമ്മൾ ജൈവ മാലിന്യങ്ങൾ നിറയ്ക്കേണ്ടത്. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ നിറയ്ക്കുക. ഇതിന് പ്രത്യേകിച്ച് കൊണ്ടുപോകാനുള്ള വഴിയാണ്. ഓരോ വീടിന് ഇത്തരം വഴികൾ വീടിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ വഴി കൂടെ തള്ളി ഒരു ഗേറ്റ് ഇവിടെ ഉണ്ടാവും. ഇത് എല്ലാ വീടുകൾക്കും ഇതേ പാറ്റേണിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലെ തുറന്ന് ആ കാണുന്ന റോഡിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക വണ്ടി വരുന്ന ദിവസങ്ങളിൽ. അതിനുശേഷം അവരത് ഡംപ് ചെയ്തതിന് ശേഷം അവിടെ വയ്ക്കും. നമ്മൾ തിരിച്ച് ഈ ബിന്ന് ഉരുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഡോർ അടയ്ക്കുക. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതെല്ലാ വീടുകളിലും ഇങ്ങനെ കോമൺ. 2 ബിന്നുകളുണ്ടാവും. ഇതുകൂടാതെ ഒരു ബ്രൗൺ ബിന്നുകളുണ്ട്. അത് വേണമെങ്കിൽ ആവശ്യപ്പെടാം. കുപ്പിച്ചില്ലുകളും മറ്റ് ഇഞ്ചക്ഷൻ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ നിക്ഷേപിക്കാനായിട്ട്. ഇതെല്ലാം ഈ ബിന്നിനെല്ലാം ഒരേ ഡയമെൻഷനുള്ളതായിരിക്കും. കാരണം ഇത് മെക്കാനിക്കലായിട്ടാണ് ഡംപ് ചെയ്യുന്നത് ഈ ലോറിയിലേക്ക്. ഇത് കൗൺസിൽ നമുക്ക് തരുന്നതാണ്. അതിനുള്ള ഫീസ് അവിടെ അടയ്ക്കണം. ഇതെല്ലാ വീടുകളുടെയും ബാക്ക് യാർഡിൽ ഇങ്ങനത്തെ ഉണ്ടാവും. അതല്ലെങ്കിൽ സൈഡിൽ നേരത്തെ പിക്ചറിൽ കാണിച്ചവർ സൈഡിൽ വയ്ക്കാൻ സൗകര്യമുള്ളവർ അവിടെ വയ്ക്കും. ഇതാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളും ഇക്കൂട്ടത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഈ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പരിധിവരെ സാധ്യമാവുകയുള്ളൂ. പ്രോസസ് ഓഫ് വേസ്റ്റ് കളക്ഷൻ ഒന്നുകൂടി കാണാം.